ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്ക. മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമാ നടൻ വേറെ കാണില്ല. എനിക്കൊന്ന് ലോകത്തിൽ നിന്നൊന്ന് പറയാം. ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അഭിനയ രീതി പോലും അല്ലെങ്കിൽ അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സിനിമ തന്നെ പോലും ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നടൻ എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂക്ക മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പകുതി ലെവലിൽ പോലും നമ്മുടെ മലയാള സിനിമയിൽ ആരും എത്തിയിട്ട് പോലുമില്ലെന്ന് ഞാനിപ്പം വിശ്വസിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കുട്ടികളുടെ കലോത്സവം സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തായിരുന്നു. ആ സമയത്ത് അദ്ദേഹം നടത്തിയ കുറച്ച് പരാമർശങ്ങളൊക്കെ എന്താ പറയുക, ആൾക്കാർ അതിനെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു കുട്ടികൾക്ക് കൊടുത്ത കുറച്ച് ഉപദേശങ്ങൾ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഇതൊരു സ്കൂൾ, ഞാൻ പഠിച്ച കാലത്തെ സ്കൂളല്ല ഇപ്പോൾ. എനിക്ക് 10ാം ക്ലാസ് വരെ സ്കൂളുള്ളൂ. ഇപ്പോൾ 12ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. അപ്പോൾ എൻ്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ. ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും. അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു, ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു. ഒരു ഇൻട്രോ, അതായത് ഉപദേശങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ എന്തിനാ വന്നതും അല്ലെങ്കിൽ ഇവിടെ ആരൊക്കെ ഇരിക്കുന്നത് അതിനെക്കുറിച്ചൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഇനിയാണ് പരിപാടി. കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത്. അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ്. ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്കൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു മിനുക്കി വളർത്തി മിനുക്കിയെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തീരുകയുള്ളൂ. അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ്. ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത ആളാണ് ഞാൻ. നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാവും. ഇത് നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. കാരണം ഇത് കൂടുതലും അർഹതപ്പെട്ട മോട്ടിവേഷൻ എന്ന് പറയാം. ആർക്ക്? തോറ്റ കുട്ടികൾക്ക്. തോറ്റ കുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ തരും. അല്ലെങ്കിൽ മോട്ടിവേഷൻ വന്നിട്ട് അവർ മുന്നോട്ടുള്ള ആ കലാജീവിതം അല്ലെങ്കിൽ ആ കലാപ്രതിഭ എന്ന അതിനെ കുറച്ചും കൂടെ മമ്മൂട്ടി പറഞ്ഞിട്ട് തെച്ച് മിനുക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം ഉണ്ടാവും. ജയിച്ച പിള്ളേർക്ക് അതൊരു മമ്മൂക്ക പറയുന്ന ഒരു വേർഡായിട്ട് കരുതി അതിനെ ഒരു ഇൻസ്പയർഡ് ആകും. മമ്മൂക്ക പറയുന്നതാണ്. അപ്പോൾ ഇൻസ്പയർഡ് ആയിട്ട് നല്ലൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ കോളേജിൽ ഒക്കെ പോയിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ കലോത്സവങ്ങളിലൊന്നും പങ്കെടുക്കാത്ത ഒരാളായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇവിടെ, അതായത് ഈ കലോത്സവത്തിൽ വന്ന് മുഖ്യ അതിഥിയാവാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ അഭിനയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കലാപ്രതിഭ കാരണമായിട്ടാണ്. അതാണ് ഉദ്ദേശിച്ചത്. പുള്ളി അത് ഈ തോറ്റ കുട്ടികളായാലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് മമ്മൂക്കയെ പോലെ അല്ലെങ്കിൽ ഒരു കലാപരമായിട്ട് എന്തെങ്കിലും ആയി തീരാൻ പറ്റുമെന്നാണ് അദ്ദേഹം നല്ലൊരു ഉപദേശം കൊടുത്തത്. അതിന് കൈ അടിച്ചേ പറ്റൂ. സൂപ്പർ മമ്മൂക്ക. ഇതൊക്കെ ഓക്കെയാണ്. ഇനി അങ്ങോട്ട് കേട്ടു നോക്കാം. ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക്. ഇവിടെ ക്ഷേത്രകലകളുണ്ട്, മാപ്പിളപ്പാട്ട് മത്സരമുണ്ട്, കൈകൊട്ട് മത്സരമുണ്ട്. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ, ഒരു സമ്മേളനം, ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം. നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ, ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ്, കൂടെയുള്ളവരാരാണ്? നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സഹപാഠിയാണ്, നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. എന്താണ് മമ്മൂക്ക പറഞ്ഞത്? 3 കലാരൂപങ്ങളാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. അതിൽ മതങ്ങളെ ചേർത്തുള്ള കലാരൂപങ്ങൾ അദ്ദേഹത്തിന് അവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം അദ്ദേഹം ഉദ്ദേശിച്ച രീതി എന്ന് വെച്ചാൽ കൂട്ടായ്മ, വിവേചനമില്ലാതെ. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സ്കൂൾ ജീവിതത്തിൽ എവിടെയാണ് വിവേചനം?
നിങ്ങളിപ്പം ഇത് ചിലപ്പോൾ കുറേ സ്കൂൾ പിള്ളേരോ അല്ലെങ്കിൽ കോളേജ് പിള്ളേരോ കാണും. എവിടെ ഉണ്ട് വിവേചനം? ജാതീയപരമായിട്ട് എന്തെങ്കിലും വിവേചനം കോളേജിലോ സ്കൂളിലോ നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഈ കലാരൂപങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, കലാരൂപങ്ങൾക്ക് എവിടെ ഈ മതത്തിനൊക്കെ സ്ഥാനം വരുന്നത്? അവർ കലയാണ്. അത് കൊച്ചു പിള്ളേരുടെ മനസ്സിൽ എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് അങ്ങനെ ഒരു ചിന്ത തുടങ്ങാനുള്ള സമയം ആയിട്ടില്ല. അവർ സ്കൂൾ ജീവിതമാണ്, കളിച്ചു പഠിക്കേണ്ട വേറൊരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവർക്കിപ്പം ഈ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതൊരു പല കുട്ടികളും ചിലപ്പം ചിന്തിക്കും ഈ വാക്ക് കേട്ടിട്ട് മൂന്നും വേറെ മത ചിന്തകളാണല്ലോ എന്ന് ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് കുട്ടികൾക്ക്. അതായത് ചില കുട്ടികൾ ചിന്തിച്ച് തുടങ്ങാനൊക്കെ ഈ വാക്കുകൾ ചിലപ്പം ആയിരിക്കാം. കാരണം ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് കൂട്ടായ്മയെക്കുറിച്ച് വേറെ എന്തൊക്കെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ തന്നെ പറയാൻ പറ്റുമായിരുന്നു. വിവേചനമില്ലാതെ, കൂട്ടായ്മയില്ലാതെ അതൊക്കെ ഉണ്ട്. കൂട്ടായ്മയൊക്കെ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ. കാരണം ഈ കലാരൂപം ഇല്ലെങ്കിൽ തന്നെ പോലും ഒരു കലയിലും പങ്കെടുക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും കൂട്ടായ്മ സ്കൂളിലാണുള്ളത്. സ്കൂളിൽ ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളിലാണ് കൂട്ടായ്മ ഏറ്റവും കൂടുതലുള്ളത്. ഈ ബാക്കിയുള്ള മതസൗഹൃദങ്ങളും മറ്റതൊക്കെ വന്നത് സോഷ്യൽ മീഡിയ ആക്റ്റീവിന് ശേഷമാണ് കൂടുതലും ആൾക്കാരുടെ മനസ്സിൽ തുടങ്ങിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ സ്കൂളിൽ കലാലയങ്ങളിൽ ഒരിക്കലും മതത്തിനു സ്ഥാനമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞ് ഒരാളെ എന്താ വെച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളിപ്പം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതിന് ഇതാണ് പറയേണ്ടത്. ഇത് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം ഇത്രയും കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് കുട്ടികളാണ്. നമുക്ക് തന്നെ പറഞ്ഞിട്ടുള്ള പോലെ അദ്ദേഹം തന്നെ കോളേജിൽ +2 എൻ്റെ കാലഘട്ടം പ്രീ ഡിഗ്രി ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി ഇപ്പം +1 +2 ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം അതുപോലെ കൊച്ചു കുട്ടികളാണ്, 18 വയസ്സ് പോലും തികയാത്ത 17 വയസ്സുള്ള കുട്ടികളാണ് അവിടെ മൊത്തം ഇരിക്കുന്നത്. അവർക്കാണ് ഇങ്ങനെ നമ്മൾ ചിന്ത കുത്തിവെക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മളിപ്പം വിഷു വന്നാലും റംസാൻ വന്നാലും ഓണം വന്നാലും എന്താ ക്രിസ്മസ് വന്നാലും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി കൊണ്ടുവരുന്നൊരു ഫോട്ടോയാണ് മതസൗഹൃദത്തിൻ്റെ ഫോട്ടോ. കണ്ട് 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 വീർത്ത് അപ്പം തന്നെ ആൾക്കാർ ചിന്തിക്കുക ഇങ്ങനെ ഫോട്ടോ ഇടേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് ഈ വരുന്നത്. കാരണം അതൊരു പ്രായം കഴിയുമ്പോഴാണ്, ഒരു കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് വേറെ സോഷ്യൽ മീഡിയയിലോട്ട് കോളേജ് ലൈഫ് കഴിയുമ്പോഴാണ് കൂടുതൽ നമ്മൾ മൊബൈലിലോട്ടൊക്കെ അഡിക്റ്റായി ചിന്തിക്കാൻ തുടങ്ങുന്നത്. കോളേജ് ലൈഫ് കഴിയുന്ന തൊട്ടാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാവരുടെയും മനസ്സിൽ ഇത് തോന്നും. അല്ലെങ്കിൽ പാർട്ടിപരമായിട്ട്, ജാതിപരമായിട്ട്, മതപരമായിട്ടൊക്കെ എന്തുമായാലും അത് കഴിഞ്ഞിട്ട് തോന്നത്തുള്ളൂ. കോളേജ്, കലാലയം അല്ലെങ്കിൽ സ്കൂൾ ലൈഫൊക്കെ അങ്ങനെ മതത്തിനൊരു സ്ഥാനവും ഇല്ല. ഇനി അടുത്ത പറയുന്നത് കേട്ടോ. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക. അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല. ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകളുണ്ടാകാം. അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത്. ബെസ്റ്റ് എക്സാമ്പിൾ ഇതായിരിക്കണം ഒരു മഹാനടൻ കുട്ടികൾ, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മുമ്പിൽ കൊടുക്കേണ്ട ഒരു എന്താ പറയുക ഉപദേശം. സിഗരറ്റ് വലിച്ചുകൊണ്ട് അദ്ദേഹം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ക്ലാസ്സിലെത്തുമ്പോഴേ അദ്ദേഹത്തിന് അവസാന പുക കിട്ടത്തുള്ളൂ. അതുവരെ കുട്ടികൾക്ക് ലൈസൻസ്, അത് ആൾക്കാർ ചിന്തിക്കുന്നത് പറഞ്ഞത്, പ്രത്യേകിച്ച് കുട്ടികൾ ചിന്തിക്കുന്നത് അദ്ദേഹം പറയാൻ പോകുന്നത് ചിലപ്പോൾ ഒരു പുള്ളി പറഞ്ഞത് വിവേചനം എനിക്ക് അന്നൊന്നും ഇല്ലായിരുന്നു, മതസൗഹൃദം, ഓക്കെ നമ്മളതിനെ അംഗീകരിക്കും. പക്ഷെ ഈ സിഗരറ്റ് മാത്രമേ, അതായത് ഈ 17, 18, 16, 15, 14 വയസ്സുള്ള കുട്ടികൾ ചിന്തിക്കത്തുള്ളൂ. അവർ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ തലച്ചോറിൽ അത് മാത്രമേ എത്തി കാണത്തുള്ളൂ. മമ്മൂക്ക സിഗരറ്റ് വലിച്ചിട്ടാണ് ക്ലാസ്സിൽ പോയത്. ആ ഒരു അനുകരണത്തിൻ്റെ ഒരു പ്രായമാണ് ഈ ഒരു 8ാം ക്ലാസ് തൊട്ട് നമ്മുടെ ഒരു കോളേജ് ലൈഫ് വരെ. അനുകരിക്കുക. പണ്ട് മോഹൻലാൽ മീശ വിരിക്കുമ്പോൾ മീശ വിരിച്ച് മുണ്ട് കൊടുത്തുകൊണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന പിള്ളേരുകൾ അനുകരണമാണ്. ഇപ്പം ബിഗ് ബിയുടെ തൊപ്പി, അല്ലെങ്കിൽ രാവണപ്രഭു ഇറങ്ങിയ സമയത്ത് തൊപ്പി, മീശ മതം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മീശ ചുട്ടുന്നത്, അതൊക്കെ കോളേജ് സ്കൂൾ ലൈഫിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അനുകരിക്കുക. സിഗരറ്റ് വലിക്കുന്നതും ഒക്കെ അനുകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുകരിക്കാൻ പോകുന്ന ഒരു പ്രായം അല്ലെങ്കിൽ കാലഘട്ടത്തിലൂടെയാണ്. അവർക്ക് മമ്മൂട്ടിയുടെ വാക്കിലൂടെ അവർ സിഗരറ്റ് മാത്രമേ അവരുടെ തലച്ചോറിൽ എത്തിയിട്ടുള്ളൂ. അദ്ദേഹം പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എനിക്ക് ഇത് കണ്ടിട്ട് ആദ്യം തോന്നിയെന്ന് അറിയോ, നമ്മുടെ ഈ വാട്സപ്പ് മെസ്സേജ്, അമ്മമാരുടെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഡയലോഗും അതുപോലത്തെ ഒരു സംഭാഷണ രീതി തന്നെയാണ് മമ്മൂക്ക പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ, അദ്ദേഹത്തിന് ചിലപ്പം എന്താ ഇങ്ങനെ പറയുന്നതായിരിക്കത്തില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്തയായിരിക്കുമല്ലോ നമ്മൾ വാക്കാൽ ഇങ്ങനെ വരുന്നത്. അത് പറഞ്ഞത് വളരെ കുട്ടികളുടെ മുന്നിലല്ലായിരുന്നു പറയേണ്ടത്. ഇത് വേറെ എവിടേക്കോ അദ്ദേഹത്തിനെ
പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുന്നു. അവിടെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മുതിർന്നവരാണ്. അവിടെ ഇതൊക്കെ സംസാരിക്കുന്നത് അവർക്ക് ചിലപ്പോൾ മമ്മൂക്ക പറഞ്ഞ കേൾക്കുമായിരിക്കും. പക്ഷെ പിള്ളേർ ഉപദേശം കേൾക്കാൻ പറ്റാത്ത ഒരു, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സാധനമാണ് പിള്ളേർക്ക് ഈ സമയത്ത്. അതായത് 13, 14, 15, 16, 17, 18, 19 എന്നൊക്കെ പറയാം. നമ്മൾ ഈ പ്രായം കഴിഞ്ഞതല്ലേ, ഉപദേശം ഇഷ്ടമല്ല. അതുകൊണ്ട് മമ്മൂക്ക പറഞ്ഞത് ഈ ഉപദേശം എന്തായാലും അവർ സ്വീകരിക്കത്തില്ല. അവർ കേട്ടത് സിഗരറ്റ് മാത്രമേ ആയിരിക്കത്തുള്ളൂ. അവർക്കതൊരു ഇൻസ്പിറേഷനാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് മോഹൻലാലായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ മമ്മൂക്കയ്ക്കാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. ദുൽഖറിനൊന്നുമല്ല, മമ്മൂക്കയ്ക്ക് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ കുട്ടികൾ, ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മമ്മൂക്ക ഫാൻസ് ആയിരിക്കും. അവർ ഒറ്റക്കാർ മമ്മൂക്ക സിഗരറ്റ്, അത് മാത്രമേ ചിന്തിക്കുന്നത്. പിള്ളേരുടെ പ്രായമാണ്, അതിന് അപ്ഡേറ്റഡ് ആണ്. കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ പോലെ. അതവിടെ പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ അഭിപ്രായം മമ്മൂട്ടി പറഞ്ഞ അഭിപ്രായത്തോട് ഒരു ചോദിക്കാൻ പറ്റത്തില്ല. കുട്ടികളോട് ഇത് പറഞ്ഞത്, പ്രത്യേകിച്ച് ആ 17 വയസ്സിന് താഴെയുള്ള, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളോട്, അവർക്ക് ഇൻസ്പയർഡ് ആയത് സിഗരറ്റ് മാത്രമായിരിക്കത്തുള്ളൂ. നമുക്ക് സോറി. ഓക്കെ, ബൈ.